ഹലോ ഡിയർ ഫ്രണ്ട്സ്, ആരി വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആരി വർക്കിൻ്റെ മറ്റൊരു വേർഷനായ കാന്ത ചെയിനെ കുറിച്ചാണ്. എന്താണ് കാന്ത ചെയിൻ, അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റുമാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം. പിന്നെ എൻ്റെ വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ പേരിൽ ഒരു നന്ദി അറിയിക്കുകയാണ്. കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുന്നതായിരിക്കുന്നു. അപ്പൊ കാണാത്തവര് തീർച്ചയായിട്ടും കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാം. അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ക്ലാസ്. അപ്പൊ വീഡിയോ കാണുന്നതിന് മുന്നേ എല്ലാവരും എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, പിന്നെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരും വീഡിയോ കാണുന്നില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് നമുക്ക് സർദോസി വെച്ച് സ്റ്റിച്ച് ചെയ്യാം. ഇതാണ് സർദോസി. നമുക്കിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. കത്രിക ഉപയോഗിച്ചോ എന്തുപയോഗിച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ലോക്ക് സ്റ്റിച്ചോ അല്ലെങ്കിൽ നോട്ടോ ഇട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബീഡ്സൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ സർദോസിയൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും സർദോസിയൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മളിതാ ബീഡ്സൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ബീഡ്സ് ഇട്ട് നമ്മൾ ചെയ്തില്ലേ മുന്നേ, അതുപോലെ തന്നെ സർദോസി ഇട്ടിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ലൈനിൽ കാണിക്കുന്നതാണ്. നിങ്ങളിത് നല്ല വലിയ പിക്ചറിലോട്ടേക്ക് മാറ്റി ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതിന് ഞാൻ പിക്ചറിലോട്ട് ചെയ്യുന്നില്ല. നിങ്ങളിത് പിക്ചറിലോട്ട് ചെയ്തിട്ട് എല്ലാവരും അയച്ചു തരണേ. വാട്സപ്പിൽ എനിക്ക് അയച്ചു തരണേ. കുറേ പേര് തുടക്കക്കാരുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. നമ്മുടെ ബീഡ്സ് ചെയ്യുന്ന പോലെ തന്നെയാണ് സർദോസിയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാനതൊരു പിക്ചറിലോട്ടേക്ക് മാറ്റാത്തത്. നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനതൊരു പിക്ചറിലോട്ട് ചെയ്ത് കാണിക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ കാന്ത ചെയിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കാന്ത ചെയിൻ എങ്ങനെ സ്റ്റിച്ച് ചെയ്തെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് നോട്ട് ഇട്ട് കൊടുക്കാം. നോട്ട് ഇടൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ അതും റെഡി ആയിക്കോളും. ഓക്കെ, കാന്ത ചെയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആരിയുടെ ബേസിക് സ്റ്റിച്ച് തന്നെയാണ്. പക്ഷെ നമ്മളത് ചെയ്യുന്ന രീതി ഒന്ന് മാറ്റാണ്. കാരണം അതൊരു സിക്സാക്ക് ടൈപ്പിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് മുകളിലോട്ടേക്ക് താഴോട്ടേക്ക് സ്റ്റിച്ച് വരുന്ന രീതിയിൽ ബേസിക് സ്റ്റിച്ച് തന്നെ. ഓക്കെ, അത് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലായിക്കോളും. ഇത് കണ്ടോ, ഫസ്റ്റ് മുകളിലോട്ടേക്ക് പിന്നെ താഴോട്ടേക്ക്. ആ പ്രോസസ്സ് നിങ്ങളൊന്ന് മര്യാദയ്ക്ക് നോക്കി വെക്കണേ. അല്ലെങ്കിൽ നമ്മൾ ഈ ലൂപ്പ് വലിക്കുമ്പോൾ ഇത് ഒരുമിച്ച് ഇങ്ങ് കൂടി വരും. അപ്പോൾ കറക്റ്റ് ആ കൈയുടെ പൊസിഷനൊന്ന് നോക്കി അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കുത്തി എടുക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിൻ്റെ ഷേപ്പ് ഒന്ന് മാറിപ്പോകും. നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയും കുത്തിയെടുക്കുന്ന സ്ഥലവും സ്പേസൊക്കെ മാറിയാൽ. ഞാനിതിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വലുതായിട്ട് കാണിച്ചു തരുന്ന കേട്ടോ. ഇതിലും ചെറുതായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതാണ് നല്ലത്. ഇതിപ്പോൾ നമ്മൾ ഔട്ട്ലൈന് അതിൻ്റെ മുകളിലാണ് ഈ കാന്ത സ്റ്റിച്ച് അഥവാ ഈ സിക്സാക്ക് ടൈപ്പ് ചെയ്യുന്നത്. നമ്മൾ പിക്ചറിലോട്ടൊക്കെ മാറ്റുമ്പോൾ ഈ ഔട്ട്ലൈനില്ലേ, അത് കാന്ത ചെയിനിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി ഭംഗി വരിക. ഓക്കെ, ഇങ്ങനെയും ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേങ്കിൽ അതിൻ്റെ സെൻറ്ററിലോട്ട് പോകുമ്പോഴാണ് ഒന്നും കൂടി അത് പെർഫെക്റ്റ് ആയിട്ട് വരിക. ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഈ സിക്സാഗിൻ്റെ സെൻറ്ററിൽ ഔട്ട്ലൈൻ വരിക എന്ന് വെച്ചാൽ നമ്മുടെ ഈ കാന്ത ചെയിനില്ലേ, നമ്മൾ കുത്തിയെടുക്കുന്നത് ഈ ലൈനിൻ്റെ മുകളിലും താഴെയായിട്ട് ഒരു സ്റ്റിച്ച് മുകളിലോട്ട് ഒരു സ്റ്റിച്ച് താഴോട്ടല്ല കൊടുക്കേണ്ടത്. അത് ലൈന്, അതായത് ഈ ഔട്ട്ലൈന് സെൻറ്ററിൽ വന്ന രീതിയിൽ മുകളിലോട്ടേക്കും താഴോട്ടേക്കും കുത്തിയെടുത്താൽ മതി. ഓക്കെ, നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയല്ലേ മുകളിലും താഴെയും കുത്തിയെടുക്കുന്നത്. ആ ലൈന് ജസ്റ്റ് ഒന്ന് സെൻറ്ററിൽ വരുന്ന രീതിയിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോഴിതാ ലാസ്റ്റ് എൻ്റെ നോട്ടിട്ട് നമ്മളിതാ ലൈനിൽ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതൊരു പിക്ചറിലോട്ടേക്ക് മാറ്റണം. പിന്നെ നമുക്ക് വീഡിയോയെക്കുറിച്ചുള്ള എന്ത് അഭിപ്രായം, അത് നല്ലതാണെങ്കിലും ഇനി എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാനുള്ളത് എന്ത് കാര്യമാണെങ്കിലും വീഡിയോയ്ക്ക് താഴെ കമൻ്റായിട്ട് നിങ്ങൾക്ക് അറിയിക്കാം. ഓക്കെ, അപ്പോഴിതാ നമുക്കിനി പിക്ചറിലോട്ടേക്ക് ചെയ്തെടുക്കാം സിക്സാഗ്. ഇത് കണ്ടോ, ആ പിക്ചറിൻ്റെ ആ ഔട്ട്ലൈന് കണ്ടോ, ഏകദേശം സിക്സാഗിൻ്റെ സെൻറ്ററിലായിട്ടാണ് വരുന്നത്. ഓക്കെ, അപ്പോഴിതാ നമുക്ക് കാന്ത ചെയിൻ ഒരു പിക്ചറിലോട്ട് ചെയ്യാം. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു പിക്ചർ എടുത്തേക്കുന്നത്. നിങ്ങൾ നല്ല അടിപൊളി പിക്ചർ എടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നല്ല വലിയ പിക്ചർ തന്നെ എടുക്കുക, അതിലേക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നല്ല ക്ലോത്തിലേക്കൊക്കെ പിക്ചർ ട്രേസ് ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ വരച്ചെടുക്കുമ്പോൾ നമ്മൾ പെൻസിൽ കൊണ്ടേ ചെയ്യാൻ പാടുള്ളൂ. എൻ്റെ പെൻസിൽ എൻ്റെ ചെറിയ മോള് എവിടെയോ കൊണ്ടിട്ടു. അപ്പോൾ പെട്ടെന്ന് എനിക്കിത് ചെയ്യാൻ നോക്കുമ്പോൾ ഒന്നും കണ്ടില്ല. അതുകൊണ്ട് ഞാൻ പെണ്ണുകൊണ്ട് ഇത്, പിന്നെ റഫായിട്ട് ചെയ്യുന്നതാണല്ലോ, അതുകൊണ്ട് ഞാൻ പെണ്ണുകൊണ്ട് വരച്ചത് കേട്ടോ. അതെല്ലാവരും ശ്രദ്ധിക്കണേ.
എൻ്റെ വീഡിയോ കാണുകയും എന്നെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ ആരി വർക്കിൻ്റെ കോഴ്സ് ഞാൻ ഫ്രീ ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു തരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ കാണിക്കുന്ന ഒരു സ്നേഹവും കമ്മിറ്റ്മെൻറ്റൊക്കെ നിങ്ങൾ തിരിച്ചെന്നോട് കാണിക്കേണ്ടത് ലൈക്കായും കമൻറ്റായിട്ടൊക്കെയാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്നോടുള്ള സ്നേഹം ഒരു ഹാർട്ടായിട്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം എല്ലാവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് കാണുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ. ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.